Watch full episodes on Jio Hotstar. ഫ്രഷ് ആയിട്ട് ജ്യൂസ് കുടിക്കൂ, ആരോഗ്യമായിട്ട് ജീവിക്കൂ. നീ നോക്കിക്കോ ലക്ഷ്മൺ, ഈ ഫുഡ് ഫെസ്റ്റിവലില് നമ്മുടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി സ്റ്റുഡൻസ് എല്ലാവരും ഓടി എത്തുന്നത് നീ കണ്ടോടാ. ഫ്രഷ് ജ്യൂസ് കുടിക്കേ, ആരോഗ്യത്തോടെ ജീവിക്കൂ. ഫ്രൂട്ട് സലാഡ് കഴിക്കൂ, ഹെൽത്തി ആയിട്ടിരിക്കൂ. ഇത് കണ്ടോ, ഈ ഫുഡ് ഫെസ്റ്റിവലില് സ്റ്റുഡൻസ് അധികം പേരും നമ്മുടെ ഫ്രൂട്ട് സലാഡ് കഴിക്കാനായിട്ട് എത്തും. കഴിച്ചിട്ട് അവരുടെ വിരലുകൾ നക്കി നക്കി ഇവിടുന്ന് പോകും. ഇത് ടേസ്റ്റി ചീസ് ബർഗറിൽ ഞാൻ ഫ്രൈസ് ഇടാൻ പോകുന്നു. സോഫ്റ്റ് ചീസ് എന്റെ സ്റ്റാളിൽ ഓടോടി എത്തും. പഞ്ചസാര കണ്ട ഉറുമ്പിനെ പോലെ ഓടിയെത്തും. എടാ, അത് കണ്ടോ നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ. അവൻ വന്നിട്ട് ആ വഴിക്ക് തന്നെ പോയല്ലോ. അവൻ അങ്ങ് പോയടാ. വാ ഞങ്ങളുടെ കടവ നീ സാധനം മേടിച്ച് കഴിക്കൂ. ക്രിക്കറ്റ് ആണെങ്കിൽ ധോണി, തിരിഞ്ഞു നോക്കാതെ പോകുന്നതിന്റെ പേര് ജോണിയാണ്. പക്ഷെ നമ്മൾ സ്റ്റോളിൽ കസ്റ്റമർ ഇല്ലാതെ നമ്മൾ ഇനി എന്ത് ചെയ്യുമോ? വരൂ എന്താ കഴിക്കുന്നേ? ബർഗർ, ഫ്രൈസ്, ഞം. ബർഗറും ഫ്രൈസും അതിൽ ഒരുപാട് ചീസ് ഇട്ട് ഞാൻ തരാം. പറയൂ, ഇപ്പൊ കഴിക്കാൻ നിനക്ക് എന്താ വേണ്ടത്? എല്ലാം വേണം, എനിക്കിവിടെയുള്ള എല്ലാം വേണം. എല്ലാം എനിക്ക് തന്നേക്ക്. എടാ ഗോപു, സംഗതി ഇങ്ങനെ പോയാലേ നമ്മുടെ ഷോപ്പിലെ ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ തന്നെ കുടിച്ചെടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഡോണ്ട് വറി ലക്ഷ്മൺ, ഈ സ്റ്റുഡൻസ് ഒക്കെ ഒന്നല്ല നമ്മുടെ സ്റ്റാളിൽ നിന്ന് രണ്ട് ഡബിൾ ആയിട്ട് രണ്ടെണ്ണായിട്ട് വാങ്ങിച്ചോണ്ട് പോകും. നീ കണ്ടോടാ? നീ സത്യമാണോ പറയുന്ന ഗോപു? അതെങ്ങനെയാ? ഞാനൊരു ജ്യൂസിന് മറ്റൊരു ജ്യൂസ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാ. എന്ത്? എടാ, അങ്ങനെ ചെയ്താൽ നമുക്ക് ലോസ് ആയി പോടാ. ഇപ്പൊ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുന്ന പോലെയാണല്ലോടാ. എടാ, കട അടച്ചു പൂട്ടുന്നതിന് പകരം ഇത് നല്ല ഐഡിയ അല്ലേ? കേൾക്കൂ, ഞങ്ങളുടെ ഈ സ്റ്റാളില് ഒരു ജ്യൂസ് വാങ്ങിക്കുന്നവർക്ക് ഒരു ജ്യൂസ് കൂടി ഫ്രീ. ഫ്രീയോ? എനിക്ക് വേണം. ആദ്യം ആ ചങ്സിന്റെ സ്റ്റാളിലായിരുന്നു വലിയ കൂട്ടം. ഇപ്പൊ ഗോപാലിന്റെ സ്റ്റാള് ഫുള്ളായിരിക്കുക. നമ്മുടെ സ്റ്റോളിൽ നിറയെ ഈച്ച മാത്രമേ ഉള്ളൂ. ഈ സ്റ്റോളിൽ നമ്മളിങ്ങനെ നിന്ന് ഈച്ച അടിച്ചോണ്ടിരിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഒന്ന് മിണ്ടായിരിക്കടാ. ഇനി നോക്കിയോ എന്താ ചെയ്യാൻ പോകുന്ന. അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും ഈച്ചകളെ പോലെ ഇങ്ങോട്ട് നമ്മുടെ സ്റ്റോളിലേക്ക് പറന്നത് നീ നോക്കൂ. കേൾക്കൂ, എല്ലാവരും കേൾക്കൂ. ഞങ്ങളുടെ സ്റ്റോറിലേക്ക് വരൂ. ഞങ്ങളുടെ ലാൻഡ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ ഫ്രൂട്ട്സ് റെഡി ആർക്കെങ്കിലും ഒരു ചെറി കിട്ടിയാൽ അവർക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഗിഫ്റ്റിൽ നിന്ന് ഏത് ഗിഫ്റ്റ് വേണമെങ്കിലും അതെടുത്തോണ്ട് പോകാം. മാധവന്റെ ഓഫർ ഗോവാലിനേക്കാളും ബെറ്ററാടാ. ലക്കി പറയുന്നതേ, ആ വീഡിയോ ഗെയിം, ഷൂസ്, പിന്നെ ആ സ്കൂൾ ബാഗ് എല്ലാം അവന്റെ ആണെന്നാ. മാത്രമല്ല ആ സൈക്കിളും എന്റേതാണ്. എടാ, നീ ഈ സ്റ്റാൾ നടത്താൻ വേണ്ടി എന്റെ വീട് വരെ വിൽക്കുന്നതാണല്ലോ തോന്നുന്നത്. റിലാക്സ്ഡാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഗിഫ്റ്റ് അവർക്ക് എപ്പോഴാ കൊടുക്കേണ്ടെന്ന് അറിയാലോ? ഫ്രൂട്ട് സലാഡില് അവർക്ക് ചെറി കിട്ടണ്ടേ. പക്ഷെ നമ്മള് ഫ്രൂട്ട് സലാഡില് ചെറി ഇടത്തേ ഇല്ലല്ലോ. അങ്ങനെ ആവുമ്പോ നമ്മുടെ ഫ്രൂട്ട് സലാഡ് മൊത്തം വിറ്റും തീരും. ഈ ഐഡിയ കൊള്ളാം കേട്ടോ. എല്ലാരും വരൂ, ഫ്രൂട്ട് സലാഡ് ചെറി തേടി കണ്ടെത്തൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് എടുത്തിട്ട് പോകൂ. വരൂ. നമ്മുടെ ഓഫർ കണ്ടിട്ട് മാധവൻ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ്. കോപ്പി ക്യാറ്റ്. എടാ, ഈ മാധവുണ്ടല്ലോ ഐസ്ക്രീമിലെ ചെറിയ ലക്ഷ്മണനും അവനും പോലും ഷെയർ ചെയ്യില്ല. പിന്നെയാണോ ഈ സ്റ്റുഡൻസിനൊക്കെ ഷെയർ ചെയ്യാൻ പോകുന്നത്? ഇവൻ എല്ലാ സ്റ്റുഡൻസിനും ഗിഫ്റ്റ് തരാൻ പോകുന്നു കള്ള പ്രോമിസ് നടത്തിയിട്ട് എല്ലാം വിറ്റ് കളയാൻ നോക്കാടാ. പക്ഷെ എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്. ഇനിയാണ് നമ്മുടെ കളി. എനിക്ക് ചെറിയ കിട്ടി. എനിക്കും ഒരു ചെറിയ കിട്ടി. ഞാൻ സൈക്കിൾ എടുക്കാൻ പോവാ. എനിക്ക് ചെറിയ കിട്ടി.
ഇത്രയ്ക്കും ചെറീസ് എവിടെ നടാ വന്നത്? അതേടാ ലക്കി, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. എന്റെ പേര് പീറ്റർ ആൻഡ് ഐ ഹിറ്റ് എവറി ചീറ്റർ. ഇന്നത്തെ ഈ സർപ്രൈസ് വിസിറ്റിൽ ഒരുപക്ഷെ എനിക്ക് ഈ സ്കൂളിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു ജങ്ക് ഫുഡിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രം കിട്ടിയാൽ മതി. പിന്നെ ഞാൻ ഈ സ്കൂള് അടച്ചങ്ങ് പൂട്ടും. സ്കൂള് മുഴുവനും നമ്മൾ അടച്ചു പൂട്ടും. ഇപ്പൊ മനസ്സിലായി, ഇതെല്ലാം ഗോപാലിന്റെ കളിയാണല്ലേ. എടാ ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. അത് ശരി, നീ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ തട്ടിപ്പറിച്ചില്ല, അതിനെന്ത് പറയും? എടാ നീ കാരണം എന്റെ കടയിൽ അടച്ചുപെടേണ്ട അവസ്ഥ വന്നിരിക്കുക. എടാ നിന്നെ ഞാൻ വിടില്ലടാ. അതുപോലെ ഞാനും നിന്നെ ഇന്ന് വെറുതെ വിടില്ല. നീ നോക്കിക്കോടാ, നിന്നെ ഞാൻ ഇന്നൊരു വഴിയാക്കി തരാം. ആ ലക്കി പറയുന്നത് നമ്മുടെ സ്കൂളിലേക്ക് പീറ്ററും റിപ്പീറ്ററും വന്നിട്ടുണ്ടെന്ന്, ഫുഡ് സ്റ്റാളൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി. ഒരു പക്ഷെ അവര് സ്കൂളിൽ നിന്ന് എവിടുന്നെങ്കിലും ജങ്ക് ഫുഡ് കണ്ടെത്തിയാൽ പിന്നെ അവര് സ്കൂൾ മൊത്തം അടച്ചങ്ങ് പൂട്ടുമോ? അതിനെ പേടിക്കാനെന്തിരിക്കുന്നു, നമ്മൾ ഫ്രൂട്ട് സലാഡിന്റെ സ്റ്റോളല്ലേ വെച്ചിരിക്കുന്നത്. ഹെൽത്തി ഫുഡ്. നമ്മളെ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസിന്റെ സ്റ്റാൾ അല്ലേ വെച്ചിരിക്കുന്നത്. സൂപ്പർ ഹെൽത്തി ഫുഡ് അത്. പക്ഷേ ജാക്സ്, ബർഗർ, ഫ്രൈസ് ആൻഡ് കൂൾ ഡ്രിങ്ക്സ് അല്ലേ വിൽക്കുന്നത്. അത് ഒട്ടും ഹെൽത്തി അല്ല, ജങ്ക് ഫുഡ് ആണത്. നമ്മൾ കാരണമല്ലെങ്കിലും ജങ്ക്സിന്റെ കാരണം കൊണ്ട് നമ്മുടെ സ്കൂൾ അടച്ചു പൂട്ടേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഇല്ല, എന്തായാലും ശരി, സ്കൂൾ അടച്ചു പൂട്ടാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞാനല്ല നമ്മള് സ്കൂൾ അടച്ചുപൂട്ടാൻ നമ്മൾ ആരും അനുവദിക്കില്ല. എടാ നീ ചെന്നിട്ട് ജാക്സനോട് കട അടച്ചു പൂട്ടാൻ പറ. ഞങ്ങൾ പീറ്റർ ആൻഡ് റിപ്പീറ്ററിന് എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്താം. ഓഫീസേഴ്സ് വരുന്നേ ഫുഡ് ഇൻസ്പെക്ഷന് വേണ്ടിട്ട്. എല്ലാരും അവരെ കയ്യിരിക്കുന്ന ബർഗർ വലിച്ചെറിയൂ. ഓടിക്കോ. മാധവ, നിന്റെ കടയിൽ കച്ചവടമില്ലാന്ന് വന്നപ്പോ എന്റെ കട അടച്ചു പൂട്ടാൻ നോക്കുകയാണല്ലേ നീ. എടാ ഇത് സ്റ്റോറിന്റെ കടയുടെ പ്രശ്നമൊന്നുമല്ല. ഈ കാര്യം അറിഞ്ഞാൽ സ്കൂൾ അടച്ചു പൂട്ടേണ്ടി വരും. പീറ്റർ ഭയങ്കര സ്ട്രിക്റ്റ് ആയ ഫുഡ് ഇൻസ്പെക്ഷൻ ഓഫീസേഴ്സ് ആണ്. ഒരുപക്ഷെ അവരുടെ ജങ്ക് ഫുഡ് കണ്ടെത്തിയാൽ സ്കൂൾ തന്നെ അടച്ചു പൂട്ടേണ്ടി വരുടാ. അതിനെല്ലാം കാരണം നീയായിരിക്കും. ജങ്ക്സ് മാത്രമല്ല, നിന്റെ സ്റ്റാളിൽ നിന്ന് ബർഗർ മേടിച്ചു നിന്ന ഓരോ കുട്ടികളും അതിന് കാരണമാകും. ഞാനും വരുന്നു, രക്ഷിക്കണേ. എങ്ങോട്ടാണ് ഓടുന്നേ? ഇനി കാണുന്ന ബർഗേഴ്സ് എല്ലാം നമ്മളിനി എന്ത് ചെയ്യും? ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെയാണോ നടക്കുന്നത്? സാറേ, ഫുഡ് ഫെസ്റ്റിവൽ കഴിഞ്ഞു സാറേ. അപ്പൊ ഈ ബർഗറിന്റെ മണം എവിടുന്നാണ് വരുന്നത്? അതെ, എവിടെന്നാ വരുന്നത്? വരൂ നമുക്ക് പോയി നോക്കാം. വഴിമാറി നിൽക്കേ. പീറ്റർ, റിപ്പീറ്റർ, ദേ ബർഗർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം മാധവ? പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കൂ ഗൈസ്. ബർഗറിന്റെ മണം എങ്ങനെയാണ് നിർത്ത്? ഇത് മതിയായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാൾ ആയിരിക്കുമെന്ന്. അതെ, ഈ സ്റ്റോൾ തന്നെയാണ്. സാർ, ആദ്യം നിങ്ങൾ ആ സ്റ്റാളിലേക്ക് വരുമോ? എനിക്ക് ഇവിടുന്ന് ബർഗറിന്റെ മണം എങ്ങനെയാ കിട്ടുന്നത്? അല്ല സാറേ, അത് ഞാൻ ബർഗർ ഫ്രാഗ്രൻസിന്റെ പെർഫ്യൂം ഇട്ടിരിക്കുക. അത് അതിന്റെ സുഗന്ധമാണ്. ബർഗറി. ഇത് ബർഗറിന്റെ പെർഫ്യൂം ഒന്നുമല്ല, യഥാർത്ഥ ബർഗർ തന്നെയാണ്. അതായത് ജങ്ക് ഫുഡ്. ഇപ്പൊ തന്നെ ഞാൻ ഈ സ്കൂൾ അടച്ചു പൂട്ടും. ഈ സ്കൂൾ ഞാൻ അടച്ചു പൂട്ടും. സാർ, നിങ്ങളുടെ കയ്യിലുള്ള ബർഗർ ഉണ്ടല്ലോ, അത് വെറുതെ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ബർഗറാ, കഴിക്കാനുള്ളതല്ല. എന്താ നീ പറഞ്ഞു വരുന്നത്? എന്ന് വെച്ചാൽ ഞങ്ങൾ സ്റ്റുഡൻസിനോട് പറയായിരുന്നു ഇത്തരം അൺഹെൽത്തി ബർഗേഴ്സ് ഒന്നും ഒരിക്കലും കഴിക്കാൻ പാടില്ലെന്ന്. ദേ ഇതുപോലെ ഹെൽത്തി ബർഗേഴ്സ് കഴിക്കണമെന്ന്. ദേ കഴിച്ചോളൂ, നിങ്ങൾ കഴിച്ചോളൂ. ഇതെന്ത് കുന്തം ബർഗറാണാ? അത് ഹെൽത്തി ബർഗറാണ് സാറേ. പിള്ളേർ അല്ലെങ്കിൽ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങള് ബർഗേഴ്സിന്റെ ഫില്ലിങ്സിന് പകരം ഫ്രൂട്ട്സ് വെച്ചിരിക്കും. ഇപ്പൊ കുട്ടികൾ ബർഗേഴ്സിന്റെ പേരില് ഫ്രൂട്ട്സ് കഴിക്കും. പീറ്റർ, റിപ്പീറ്റർ, വരൂ. നിങ്ങൾ കറക്റ്റ് സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ ഫുഡ് ഫെസ്റ്റിവൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. നിങ്ങളുടെ സ്റ്റുഡൻസ് ഹെൽത്തി ഫുഡിന്റെ പേരും പറഞ്ഞുകൊണ്ട് ബർഗേഴ്സ് വിൽക്കുകയാണ്.
ബർഗേഴ്സ് വിറ്റോണ്ടിരിക്കുകയാണ്. എന്ത് ഗോപാൽ, മാധവ്, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ബർഗേഴ്സോ? സർ അത് വേണ്ട, നീ ഒരു അക്ഷരം വേണ്ടി പോകരുത്. പറയേണ്ടതെല്ലാം ഇനി ഞാൻ പറഞ്ഞോളാം. ഇതൊന്നും സാധാരണ ബർഗർ അല്ല. ബർഗറിന് പകരം ഫ്രൂട്ട് ബർഗർ. സൂപ്പർ ഐഡിയ. എല്ലാ കുട്ടികൾക്കും ഹെൽത്തി ഫുഡാണ് കിട്ടുന്നത്. I am impressed. I am impressed too. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ സ്കൂളിന് 5 സ്റ്റാർ സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. 5 സ്റ്റാർ സർട്ടിഫിക്കറ്റ് നൽകും. കൺഗ്രാചുലേഷൻസ്. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ കാണാം. എന്നാ പിന്നെ കാണാം. കൊള്ളാം എന്റെ ബ്രില്യൻ സ്റ്റുഡൻസ്. വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങൾ കാരണം ഗോൾഡൻ ഹിൽസ് സ്കൂളിന് 5 സ്റ്റാർ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നു. സബാഷ്. കണ്ടോടാ, എന്റെ ഫ്രൂട്ട് ബർഗർ കാരണം പീറ്റർ ആൻഡ് റിപ്പീറ്റർ നമുക്ക് 5 സ്റ്റാർ തന്നിട്ട് പോയിരിക്കുന്നത്. എന്റെ ഫ്രൂട്ട് പീസസ് വെച്ചിട്ടാ നീ ഫ്രൂട്ട് ബർഗർ ഉണ്ടാക്കിയത്. പീറ്ററും റിപ്പീറ്ററും ഞാൻ കാരണമാ 5 സ്റ്റാർ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അതിന് കാരണം ഞാനാ. Watch India's largest kids library only on Jio Hotstar. Download the app now.